ഹലോ, അപ്പോൾ ഇന്ന് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പി ഉണ്ടാക്കിയാൽ നമുക്ക് നൈറ്റിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. നമ്മൾ കുക്കറിൽ തലേ ദിവസം കുതിർത്ത് വെച്ച കടല ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കുറച്ച് പാകത്തിന് വെള്ളവും ചേർത്ത് ഒരൊറ്റ വിസിലാവുന്നവരെ നമുക്കൊന്ന് വേവിക്കാം കേട്ടോ. അതിനുശേഷം വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കും. ഞാൻ ക്യാരറ്റ് ചേർത്തിട്ടുണ്ട്, കുക്കുംബർ ചേർത്തിട്ടുണ്ട്, പിന്നെ സവോളയും ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാബേജ് വേണമെങ്കിൽ അത് ചേർക്കാം, ക്യാപ്സിക്കം ചേർക്കാം കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് മല്ലിയില ഒരു ടേസ്റ്റ് മേക്കറാണ്. നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമായില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലും കൂടി ചേർക്കുന്നുണ്ട്. കടലയും മല്ലിയിലും ഒക്കെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കും. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും ചേർക്കും. തക്കാളിയുടെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ടൊമാറ്റോ സോസ് ചേർക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ സാലഡ് റെഡി. അപ്പോൾ ഇതാണ് നമ്മുടെ സാലഡ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ രാത്രിക്ക് കഴിക്കാം, ഒരു നേരത്തെ ഫുഡൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. അടിപൊളി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജ് ചേർക്കാം. മല്ലിയില ഓപ്ഷനിലാണ്, ടൊമാറ്റോ കെച്ചപ്പ് ഓപ്ഷനിലാണ് കേട്ടോ. പക്ഷെ മല്ലിയിലൊക്കെ ചേർക്കുമ്പോൾ അതിന് ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, ഇതാക്കാൻ പോകുന്നത് നമുക്ക് ഒരു ഷേക്ക് അടിക്കാം കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഷേക്ക് അടിക്കുന്നത്. അപ്പോൾ ഇത് കട്ടപ്പാലാണ് കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് ഇടാം. കട്ടപ്പാല് കുറച്ച് ലൂസായി. ഐസ്ക്രീം നടുത്ത് കഴിക്കുന്നുണ്ട്. പാല് കട്ട. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഷേക്ക് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മെർസിലീസിൻ്റെ ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. ഇത് നമുക്ക് ഇടാം. എത്ര മതിയാവുമെന്ന് വിചാരിക്കുന്നു. മതിയാവൂല്ലേ? പിന്നെ നമുക്ക് ലാസ്റ്റ് സ്കൂപ്പായിട്ട് ഇടാം. ഇത് ഹെർഷീസിൻ്റെ ഇട്ടെടുത്തിരിക്കുന്നത്. അത് ഹെർഷീസ് ഇതൊക്കെ കേട്ടോ. ഈ ന്യൂട്ടെലയും ടേസ്റ്റാണ് കേട്ടോ. അത് നമ്മൾ ചോക്ലേറ്റ് ഷേക്ക് ആയതുകൊണ്ട് നമ്മൾ ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്, ഹെർഷീസ് ഇട്ടിട്ടുണ്ട്. മതിയില്ലേ? അങ്ങനെ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് ഇത് നട്ട്സ് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. കാഷ്യൂനട്ട്, ബദാം, പംകിൻ സീഡ്, കുറേ നട്ട്സുകളുണ്ട്. ഞാൻ ഇങ്ങനെ പൊടിച്ച് വെക്കും. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച ശേഷം നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഐസ്ക്രീം സ്കൂപ്പ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ആ പൊടിച്ച് വെച്ച ആ നട്ട്സ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് ഷേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കുകൊണ്ടോ. ഇപ്പോൾ ഈ ചൂടുകാലമൊക്കെ ആയതുകൊണ്ട് സംഭവം അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ കടലയും നമ്മുടെ സാലഡും ഒരു നേരത്തൊക്കെ നമുക്ക് വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ രാത്രി ഭക്ഷണം ഇതാക്കിയാലും അടിപൊളിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ബൈ.